വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി ബർഗർ തയ്യാറാക്കിയെടുത്താലോ. ആദ്യം തന്നെ നമുക്ക് മുട്ട തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം കുരുമുളക് പൊടിയും ചേർത്ത് ബർഗറിൻ്റെ ആവശ്യത്തിനുള്ള മുട്ട നമ്മൾ തയ്യാറാക്കിയെടുത്തു. ഇനി നമുക്കതിലേക്ക് ബർഗറിൻ്റെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ബർഗറിൻ്റെ ചിക്കൻ വാങ്ങിച്ചതാണ്. അപ്പം നമുക്കതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ചൂടായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് തിരിച്ചും മറിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ മുട്ടയും അതുപോലെ തന്നെ ബർഗറിൻ്റെ ചിക്കനൂടെ സെറ്റായിട്ടുണ്ട്. മുട്ടയെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. പിന്നെ നമ്മൾ അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബന്നൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ അത്രയും കൂടെ ചെയ്തെടുക്കുക. അത് ഒരുപാട് ഡ്രൈ ആയിപ്പോണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് ലെറ്റ്യൂസ്, അതുപോലെ തന്നെ സവാള, തക്കാളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബന്നിലേക്ക് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കെച്ചപ്പാണ്. അതൊന്ന് നമുക്ക് 2 സൈഡിലും എന്ത് ചെയ്ത് കൊടുക്കാം, വെച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് അതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ലെറ്റ്യൂസ് വെച്ച് കൊടുക്കുക. ഞാൻ 2 സൈഡിലും അത് വെച്ച് കൊടുക്കുന്നുണ്ട്. സാലഡൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് എന്ത് ചെയ്യുക, തക്കാളി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് സവാളയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ബർഗറിൻ്റെ ചിക്കൻ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മുട്ടയും വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തതൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക്